എന്റെയും നിങ്ങളുടെയും നാടുകളിൽ ആഡംബര കാറുകൾ, ഒരുപാട് അഗ്രികൾച്ചർ ലാൻഡ്, ഒരുപാട് ബിൽഡിങ്, ഒരുപാട് ബിസിനസ്സുകൾ ഒക്കെ ആയിട്ട് ഒരുപാട് സമ്പന്നരുണ്ടാവും. വലിയ വലിയ കോടീശ്വരന്മാർ നിങ്ങളുടെ നാട്ടിലുണ്ടാവും, എൻ്റെ നാട്ടിലുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കോടീശ്വരന്മാരെ കാണുമ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഇവരെങ്ങനെയാപ്പാ ഇങ്ങനെയൊക്കെ കാശുണ്ടാക്കിയത്, എങ്ങനെ ഇവർ ഇതൊക്കെ രക്ഷപ്പെട്ടത്? ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇവരുടെ സാമ്പത്തിക തന്ത്രം എന്താണെന്നാണ്. ഇവർ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യം റിസ്ക് മാനേജ്മെന്റ് ആണ്. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരാനുള്ള റിസ്കിനെയാണ് ഇവർ ആദ്യമായിട്ട് തരണം ചെയ്യുന്നത്. ഒരു കിട്ടുന്ന വരുമാനം ചെറുതാണെങ്കിലും 10,000 ആണെങ്കിലും 50,000, 1,00,000 ആണെങ്കിലും 1 കോടിയാണെങ്കിലും ഇവർ ആ വരുമാനം പല സ്രോതസ്സുകളിലേക്ക് അവരെന്ത് ചെയ്യും, കണക്ട് ചെയ്തിട്ട് അവർ വിടും. ഇവർ ലാൻഡ് പ്രോപ്പർട്ടിയൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. റിച്ചസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ പൊതുവെ അഗ്രികൾച്ചർ ലാൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് മെയിനായിട്ട് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിനൊരു ബെനിഫിറ്റ് ഉണ്ട്, മൂല്യവർദ്ധനവ് ഉണ്ടാവും ലാൻഡിൽ. അതേപോലെ തന്നെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ, അതായത് മൂല്യവർദ്ധനവ് ഉണ്ടാവും. ഇനി പ്രൈവറ്റ് ഇക്വിറ്റി, അതായത് ഏർലി സ്റ്റേജ് ഫണ്ട്, ഒരുപാട് കമ്പനികൾ ഉണ്ടാവും പുതിയതായിട്ട് തുടങ്ങുന്നത്. അങ്ങനെയുള്ള കമ്പനികളിലൊക്കെ ചെറിയ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. അവർ നെഗറ്റീവായിട്ട് ചെയ്യുന്ന കാര്യം നമുക്ക് പോസിറ്റീവായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മളും ഈ പറഞ്ഞ മൾട്ടി മില്യണേഴ്സും ചിന്തിക്കുന്നതും ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ മൾട്ടി മില്യണേഴ്സിന്റെ കുറച്ചെല്ലാം കാര്യം ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ പറയണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മൾട്ടി മില്യണർ ആവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ മില്യണയർ എന്ന് കമന്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മൾട്ടി മില്യണയർ ആവാൻ, കോടീശ്വരനാവണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാ വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കാം.